തമിഴ്നാട്ടിലെ ഡിണ്ടുഗിലുള്ള ഒരു വില്ലേജിലാണ് ഈ ഒരു കഥ നടക്കുന്നത്. അന്ന് കൃത്യമായിട്ട് പറഞ്ഞാൽ ജൂൺ 5, 2019. ഇത്തിരി പ്രായമായിട്ടുള്ള ഒരാൾ അവിടുത്തെ പോലീസ് സ്റ്റേഷനിലോട്ട് ഒരു കംപ്ലൈന്റ് ലെറ്ററും കൊണ്ടുപോയിട്ട് നടന്നു വരികയായിരുന്നു. ആൾ കൊടുത്ത കംപ്ലൈന്റ് വായിച്ചു നോക്കിയപ്പോൾ പോലീസിനൊരു കാര്യം മനസ്സിലായി, അയാളുടെ മകളെ കാണാനില്ല. ആളുടെ പേര് പാണ്ഡ്യ എന്നായിരുന്നു, ആളുടെ മൂത്ത മകളുടെ പേര് തമിഴരസി എന്നായിരുന്നു, രണ്ടാമത്തെ മകളുടെ പേര് മുത്തരസി എന്നായിരുന്നു. ആ പെൺകുട്ടിക്ക് 19 വയസ്സായിരുന്നു പ്രായം, ഡിഗ്രിക്ക് പഠിക്കുകയായിരുന്നു. അപ്പോൾ ഈ രണ്ടാമത്തെ പെൺകുട്ടിയാണ് കാണാതായിരിക്കുന്നത്. അതും കുറച്ച് ദിവസങ്ങളായിട്ടല്ല, മാസങ്ങളായിട്ട് കാണുന്നില്ല. ഏകദേശം 2 മാസമായിട്ട് ആ പെൺകുട്ടി മിസ്സിംഗ് ആയിരുന്നു. ഈ ഒരു കംപ്ലൈന്റ് വായിച്ച പോലീസുകാർ അക്ഷരാർത്ഥത്തിൽ ഇയാളുടെ അടുത്ത് ചൂടാവുമായിരുന്നു. അതായത് 2 മാസമായിട്ടും നിങ്ങൾ എന്തുകൊണ്ട് ഈ ഒരു കാര്യം റിപ്പോർട്ട് ചെയ്തില്ല, അതേപോലെ തന്നെ മകളെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്തത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ പോലീസുകാർ ആളുടെ അടുത്ത് ചോദിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ പോലീസുകാർ നോക്കുമ്പോൾ ആൾ മദ്യപിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ കംപ്ലൈൻറ്റ് തന്നത് തന്നെ കറക്റ്റാണോ, ഇല്ലാന്നുണ്ടെങ്കിൽ ആൾ മദ്യപിച്ച് എന്തെങ്കിലും എഴുതിക്കൊണ്ടു വന്നതാണോ എന്നുള്ളൊരു കൺഫ്യൂഷനിൽ പോലീസുകാർ നിൽക്കുമ്പോഴാണ് ഒരു സ്ത്രീ ആ ഒരു പോലീസ് സ്റ്റേഷനിലോട്ട് വരുന്നത്. അത് വേറെ ആരും ആയിരുന്നില്ല, ഇയാളുടെ മൂത്ത മകളായിട്ടുള്ള തമിഴരസി ആയിരുന്നു. അവരും വന്ന് സെയിം കംപ്ലൈന്റ് തന്നെ പോലീസിന്റെ അടുത്ത് പറയാണ്. തന്റെ സിസ്റ്റർ ആയിട്ടുള്ള മുത്തരസിയെ കഴിഞ്ഞ 2 മാസമായിട്ട് കാണാനില്ല എന്നും പറ്റാവുന്ന എല്ലാ സ്ഥലങ്ങളിലും തങ്ങൾ അന്വേഷിച്ചു എന്നും എന്നിട്ടും അവരെ കണ്ടെത്താനായിട്ട് സാധിച്ചില്ല, എങ്ങനെയെങ്കിലും തന്റെ അനിയത്തിയെ കണ്ടുപിടിച്ച് തരണം എന്ന് പറഞ്ഞുകൊണ്ട് ആ സ്ത്രീ പോലീസ് സ്റ്റേഷനിൽ കിടന്ന് കരയുകയായിരുന്നു. അങ്ങനെ പോലീസുകാർ ആ ഒരു കംപ്ലൈന്റ് എടുത്ത് കഴിഞ്ഞിട്ട് ഇൻവെസ്റ്റിഗേഷൻ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ 19 വയസ്സുള്ള കോളേജ് വിദ്യാർത്ഥിനിയായിട്ടുള്ള മുത്തരസിക്ക് എന്താണ് സംഭവിച്ചത്, അവരെങ്ങോട്ടാണ് പോയത്, പോലീസുകാർ അവരെ കണ്ടെത്തിയോ, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. റസീൻ ദിസ് സൈഡ്. അങ്ങനെ പോലീസുകാർ ഇൻവെസ്റ്റിഗേഷൻ സ്റ്റാർട്ട് ചെയ്യാണ്. ആദ്യം തന്നെ ഇവർ എൻക്വയറി ചെയ്തത് വീട്ടുകാരെ ആയിരുന്നു. ഇവരുടെ ഫാമിലിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ പാണ്ഡ്യ രാജേശ്വരി ദമ്പതികളുടെ 2 പെൺമക്കളായിരുന്നു ഈ ഒരു തമിഴരസിയും അതേപോലെ തന്നെ മുത്തരസിയും. ഈ രാജേശ്വരിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ കുറേ വർഷങ്ങൾക്ക് മുൻപ് അവർ മരിച്ചു. അവരുടെ മരണം എങ്ങനെയാണ് സംഭവിച്ചതെന്ന് പോലീസുകാർ ചോദിച്ചപ്പോൾ അതൊരു ആത്മഹത്യയായിരുന്നു. എന്തുകൊണ്ടാണ് അമ്മ ആത്മഹത്യ ചെയ്തതെന്ന് തമിഴരസിയോട് ചോദിച്ചപ്പോൾ തമിഴരസി തൻ്റെ അച്ഛൻ്റെ കാര്യം പറയാണ്. ഈ പാണ്ഡ്യയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ആൾക്ക് അവിടെ അടുത്തുള്ള ഒരു ചായക്കടയിൽ ചായ അടിക്കലാണ് പണി. ആള് ചായ അടിച്ച് കിട്ടുന്ന പൈസ കൊണ്ട് മുഴുവൻ കുടിക്കും. എന്നിട്ട് വീട്ടിൽ വന്നെങ്കിൽ പ്രശ്നം ഉണ്ടാക്കും, ആളുടെ വൈഫിനെ എടുത്തിട്ടടിക്കും. ഇത് അവരുടെ വിവാഹം കഴിഞ്ഞ ആ ഒരു സമയം തുടങ്ങിയിട്ട് തന്നെ തുടർന്ന് വന്നിരുന്ന ഒരു കാര്യമാണ്. ഇത് ഇന്ന് തീരും നാളെ തീരും എന്നൊക്കെ ആലോചിച്ചിട്ട് അവരിങ്ങനെ ദിവസങ്ങൾ തള്ളി നീക്കുകയായിരുന്നു. എന്നാൽ 2 പെൺമക്കളുണ്ടായിട്ടും ഇതിനൊരു അന്ത്യം ഉണ്ടായിരുന്നില്ല. അതേപോലെ തന്നെ ഉപദ്രവങ്ങളും കാര്യങ്ങളൊക്കെ കൂടി വരികയായിരുന്നു. അവസാനം ഇവർക്ക് യാതൊരു നിവൃത്തിയില്ലാതായ സമയത്ത് അവർ ആത്മഹത്യ ചെയ്യുകയായിരുന്നു. ഇത്രയൊക്കെ ആയപ്പോൾ പാണ്ഡ്യയെക്കുറിച്ച് ഏകദേശം ഒരു ഐഡിയ പോലീസിന് കിട്ടുകയാണ്. പിന്നെ പോരാത്തതിന് ആള് കംപ്ലൈന്റ് കൊടുക്കാൻ പോലീസ് സ്റ്റേഷനിൽ എത്തിയപ്പോൾ വരെ കുടിച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ആള് കുടിച്ച് ലെക്ക് കെട്ട് എന്തെങ്കിലും മകളെ ചെയ്തിട്ടുണ്ടാവോ, എന്നിട്ട് അന്വേഷിച്ച് നടന്നതാണോ, അങ്ങനെ എന്തെങ്കിലും ഡ്രാമ കളിക്കുന്നതാണോ എന്നുള്ളൊരു സംശയവും പോലീസിൻ്റെ ഉള്ളിൽ ഉണ്ടാവുകയാണ്. അങ്ങനെ ഈ ഒരു പാണ്ഡ്യയെ ക്വസ്റ്റ്യൻ ചെയ്തു. ആളുടെ അടുത്ത് എന്താ പറയുക, മകളും നിങ്ങളും തമ്മിലുള്ള ബന്ധം എങ്ങനെയാണെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ആൾക്ക് വലിയ പിടുത്തൊന്നുമില്ല. അതായത് രാവിലെ തന്നെ ആൾ വീട്ടിൽ നിന്ന് ഇറങ്ങും, എന്നിട്ട് ചായക്കടയിൽ പോകും, എന്നിട്ട് ആളുടെ പണിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം ആൾ കള്ളു കുടിച്ച് ചിലപ്പോൾ റോട്ടിൽ വീണ് കിടക്കും, ചില ദിവസങ്ങളിൽ വീട്ടിലോട്ട് വരും. അതിനുശേഷം പിറ്റേ ദിവസം രാവിലെ തന്നെ ആൾ വീണ്ടും എഴുന്നേറ്റ് പോകും. ഇതായിരുന്നു ആളുടെ റൊട്ടീൻ. ആളുടെ മകൾ കോളേജിൽ പോകുന്നുണ്ട് വരുന്നുണ്ട് എന്നുള്ളതല്ലാതെ ആ പെൺകുട്ടി എപ്പോൾ കറക്റ്റായിട്ട് പോകുന്നു, എപ്പോൾ എന്താ പറയുക തിരിച്ചു വരുന്നു, അതേപോലെ തന്നെ എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള യാതൊരു ഐഡിയയും ഈ ഒരു പാണ്ഡ്യക്ക് ഉണ്ടായിരുന്നില്ല. അടുത്തതായിട്ട് പോലീസുകാർ ചിന്തിച്ചത് ഇവർക്ക് വല്ല പ്രണയോ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് ഒളിച്ചോടി പോയിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. അതറിയുന്നതിന് വേണ്ടിയിട്ട് അവർ പഠിച്ചിരുന്ന കോളേജിലോട്ട് പോയിട്ട് പോലീസുകാർ അന്വേഷിക്കുകയാണ്. അവരുടെ ഫ്രണ്ട്സിനെ ക്വസ്റ്റ്യൻ ചെയ്തു, അതേപോലെ തന്നെ അവിടുത്തെ മാനേജ്മെൻറ്റ് സ്റ്റാഫിനൊക്കെ ക്വസ്റ്റ്യൻ ചെയ്തു. അപ്പോൾ അവസാനമായിട്ട് മാർച്ച് 6-ാം തീയതിയാണ് ആ ഒരു സ്ത്രീയെ കണ്ടിട്ടുണ്ടായിരുന്നത് എന്നുള്ള കാര്യം പോലീസുകാരുടെ അടുത്ത് അവർ പറയുകയാണ്. ഇതല്ലാതെ ഇതിൽ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും തന്നെ പോലീസിന് അവിടെ നിന്ന് ലഭിച്ചില്ല. അതായത് അവർക്ക് പ്രണയോ കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് നോക്കിയപ്പോൾ ഒന്നും തന്നെ പോലീസിന് കണ്ടെത്താനായിട്ട് അവിടെ നിന്ന് സാധിച്ചില്ല. ഇനിയിപ്പോൾ അവരുടെ സിസ്റ്ററായിട്ടുള്ള തമിഴരസിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അവർ സ്റ്റഡീസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് തിരുപ്പൂര് വർക്ക് ചെയ്യാനായിട്ട് പോയതായിരുന്നു. അവിടെ വെച്ച് കഴിഞ്ഞിട്ട് ഒരാളെ പരിചയപ്പെടുകയായിരുന്നു. അതിനുശേഷം അവർ പ്രണയത്തിലാവുകയും വിവാഹം കഴിക്കുകയും അതിനുശേഷം അവർ തിരുപ്പൂര് സെറ്റിലാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ പോലീസുകാർ മുത്തരസിയുടെ പേഴ്സണൽ ലൈഫിനെ കുറിച്ചിട്ട് കൂടുതലായിട്ട് അന്വേഷിക്കുകയാണ്. അപ്പോൾ ഈ ഒരു മുത്തരസിയുടെയും തമിഴരസിയുടെയും ചെറുപ്പത്തിൽ തന്നെ അമ്മ മരിച്ചിട്ടുണ്ടായിരുന്നു. ഒരു ദിവസം അമ്മ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 2 മക്കളെയും സ്കൂളിലോട്ട് പറഞ്ഞു വിട്ടു. ഹസ്ബൻഡ് ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ചായക്കടയിലോട്ടും പോയി. അതിനുശേഷം ഇവർ മണ്ണെണ്ണ ഒഴിച്ച് കഴിഞ്ഞിട്ട് തീ കൊളുത്തുകയായിരുന്നു. ചുറ്റുള്ള ആരും അറിഞ്ഞില്ല ഇങ്ങനെയുള്ളൊരു സംഭവം അവിടെ നടന്നത്. അന്ന് വൈകുന്നേരം സ്കൂളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഈ 2 കുട്ടികൾ വന്നു കഴിഞ്ഞിട്ട് ഡോറ് തുറന്ന് നോക്കിയപ്പോഴാണ് അതിദാരുണമായ ആ ഒരു കാഴ്ച കാണുന്നത്. അക്ഷരാർത്ഥത്തിൽ അവർ 2 പേരും ഷോക്കായി പോയി.
അതിൻ്റെ ഉള്ളിൽ നിന്ന് റിക്കവറായി വരാനായിട്ട് അവരെ കൊണ്ട് എന്താ പറയുക പൂർണ്ണമായിട്ടും സാധിച്ചിട്ടുണ്ടോ എന്നുള്ളത് തന്നെ സംശയിക്കപ്പെടേണ്ട ഒരു കാര്യമാണ്. അതിനുശേഷം എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ തമിഴരസി പഠിപ്പ് നിർത്താണ്, തനിക്ക് ജോലിക്ക് പോകണമെന്ന് പറഞ്ഞിട്ട് അവർ തിരുപ്പൂരോട്ട് പോവുകയും ചെയ്തു. അവിടെ ഒരു ടെക്സ്റ്റൈൽ ഫാക്ടറിയിൽ ജോയിൻ ചെയ്യുകയും ചെയ്തു. ഈ ഒരു മുത്തരസി എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടുതലായിട്ട് പഠിക്കണമെന്ന് ആഗ്രഹമുള്ളൊരു കൂട്ടത്തിലായിരുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ പെരിയമ്മയുടെ വീട്ടിലോട്ട് പോവായിരുന്നു. അവരുടെ ഹസ്ബൻഡ് മരിച്ചിട്ട് അവരവിടെ ഒറ്റയ്ക്കായിരുന്നു താമസിച്ചിരുന്നത്. അപ്പോൾ ഈ ഒരു പെൺകുട്ടിയും കൂടെ അവർ നോക്കുകയാണ്. യെസ്, തിരുപ്പൂരുള്ള പെരിയമ്മയുടെ വീട്ടിൽ നിന്നിട്ടായിരുന്നു മുത്തരസി +2 വരെ പഠിച്ചത്. അത് കഴിഞ്ഞിട്ട് ഡിഗ്രിക്ക് പോകണം എന്നുള്ളത് അവർക്ക് വലിയ ആഗ്രഹമായിരുന്നു. എന്നാൽ നല്ല കോളേജിലൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ ഒരുപാടധികം പൈസയും കാര്യങ്ങളൊക്കെ വേണ്ടി വരും. അത്രയും പൈസ പെരിയമ്മയുടെ കയ്യിൽ എടുക്കാനും ഇല്ല. അച്ഛനാണെന്നുണ്ടെങ്കിൽ ഫുള്ള് വെള്ളം അടിച്ച് നടക്കുകയാണ്. അപ്പോൾ ആളെ കൊണ്ടും സാധിക്കില്ല. അപ്പോൾ എന്തായാലും ഒരു ഡിഗ്രി എടുക്കണം. അതെങ്ങനെ എടുക്കും എന്നുള്ളത് അവർ കൂടുതലായിട്ട് ആലോചിച്ചപ്പോൾ നമ്മളുടെ സ്വന്തം വില്ലേജിലോട്ട് പോയിട്ടുണ്ടെങ്കിൽ അവിടെയുള്ള കോളേജിൽ ജോയിൻ ചെയ്യാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വലിയ ഫീസും കാര്യങ്ങളൊന്നും വരില്ല. എന്തായാലും തനിക്ക് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യാം എന്നുള്ളൊരു ഐഡിയ ഈ പെൺകുട്ടിക്ക് വരികയാണ്. അങ്ങനെ ഡിഗ്രി എടുക്കുന്നതിന് വേണ്ടിയിട്ട് സ്വന്തം നാട്ടിലോട്ട് ഈ ഒരു മുത്തരസി തിരിച്ചു വരികയും ചെയ്തു. പിന്നീട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ വീട്ടിൽ മുത്തരസിയും പാണ്ഡ്യയും ഉണ്ട്. എന്നാൽ ഇവർ തമ്മിൽ വലിയ കമ്മ്യൂണിക്കേഷൻ ഒന്നുമില്ല. പാണ്ഡ്യ പറഞ്ഞ പോലെ തന്നെ രാവിലെ പണിക്ക് പോകും, വൈകുന്നേരം കുടിച്ചു വരും. മുത്തരസിയാണെന്നുണ്ടെങ്കിൽ കോളേജിൽ പോകും, തിരിച്ചു വരും. അങ്ങനെയായിരുന്നു അവരുടെ രണ്ടുപേരുടെയും ലൈഫ് പോയിക്കൊണ്ടിരുന്നിരുന്നത്. ഒരേ വീട്ടിലാണെന്നുണ്ടെങ്കിലും അവർ തമ്മിൽ വലിയ രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ അവരുടെ ലൈഫ് ഇങ്ങനെ പോകുന്നതിൻ്റെ ഇടയിലാണ് ഒരു ഷോക്കിംഗ് ആയിട്ടുള്ള ന്യൂസ് കേൾക്കുന്നത്. അത് വേറൊന്നും ആയിരുന്നില്ല, തമിഴരസിയുടെ കല്യാണക്കാരിയായിരുന്നു. അതെ, തമിഴരസി അവിടെ, അതായത് തിരുപ്പൂരുള്ള ഒരു പയ്യനെ പ്രണയിച്ച് കല്യാണം കഴിച്ച് അവിടെ പുതിയൊരു ജീവിതം ആരംഭിക്കുകയാണ്. ഇത് കേട്ടപ്പോൾ മുത്തരസി ചിന്തിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചേച്ചി അവളുടെ ലൈഫ് നോക്കി പോയി, ഇനിയിപ്പോൾ എനിക്ക് ഞാൻ മാത്രമേ ഉള്ളൂ, എൻ്റെ ലൈഫ് ഞാൻ നോക്കണം എന്നുള്ളൊരു കാര്യമായിരുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ പോലീസുകാർ ചോദിച്ചറിഞ്ഞു. അതിനുശേഷം പോലീസുകാർ ഇവരുടെ ഫോൺ ലൊക്കേഷനും കാര്യങ്ങളും എല്ലാം തന്നെ ട്രാക്ക് ചെയ്ത് നോക്കുകയായിരുന്നു. നോക്കുമ്പോൾ അവസാനത്തെ ഈ പെൺകുട്ടിയുടെ ലൊക്കേഷൻ കാണിച്ചിരിക്കുന്നത് ധാരാപുരമാണ്. യെസ്, ആ ഒരു പെരിയമ്മയുടെ വീടിൻ്റെ അടുത്തായിരുന്നു ഈ പെൺകുട്ടിയുടെ ലാസ്റ്റ് നോൺ ലൊക്കേഷൻ. അങ്ങനെ പോലീസുകാർ ആ ഒരു പെരിയമ്മയെ ക്വസ്റ്റ്യൻ ചെയ്യാണ്. അപ്പോൾ അവർ പറഞ്ഞു ഇല്ല, അവൾ ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നേ ഇല്ല എന്നുള്ളൊരു കാര്യം. അതിനുശേഷം പോലീസുകാർ ആ ഒരു ഏരിയയിൽ കംപ്ലീറ്റ് ഉള്ള CCTV വിഷ്വൽസും കാര്യങ്ങളും എല്ലാം തന്നെ പരിശോധിക്കുകയാണ്, ഈ ഒരു പെൺകുട്ടി ആ ഏരിയയിൽ എവിടെയെങ്കിലുമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു എന്നുള്ളത് അറിയുന്നതിന് വേണ്ടിയിട്ട്. എന്നാൽ ആ ഒരു പെൺകുട്ടി അന്നത്തെ ദിവസം ആ ഒരു വില്ലേജിലോട്ട് വന്നതിൻ്റെ യാതൊരു തെളിവുകളും പോലീസിന് കണ്ടെത്താനായിട്ട് സാധിച്ചില്ല. യെസ്, അതും ഒരു ഡെഡ് എൻഡിൽ ചെന്ന് നിൽക്കുകയാണ്. അടുത്തതായിട്ട് പോലീസുകാർ ഈ പെൺകുട്ടിയുടെ ഫോൺ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വീണ്ടും പരിശോധിച്ചപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വേറൊരു നമ്പറിലോട്ട് കോൾ ചെയ്തതായിട്ട് മനസ്സിലാവാണ്. അതാരുടെ നമ്പറാണെന്ന് നോക്കിയപ്പോൾ അത് ആ പെൺകുട്ടിയുടെ കൂട്ടുകാരുടെ നമ്പറാണ്. അവരുടെ കോളേജ് മേറ്റ് ആണ്, ക്ലാസ്മേറ്റ് ആണ്. അവർ രണ്ടുപേരും നല്ല ക്ലോസ് ഫ്രണ്ട്സ് ആണ്. അങ്ങനെ ആ ഒരു പെൺകുട്ടിയെ വീണ്ടും പോലീസുകാർ ക്വസ്റ്റ്യൻ ചെയ്യാണ്. അപ്പോൾ നല്ല ഡീറ്റെയിൽ ആയിട്ട് തന്നെ ആ പെൺകുട്ടിയെ രണ്ടാമത്തെ തവണ പോലീസുകാർ ക്വസ്റ്റ്യൻ ചെയ്തു. അപ്പോൾ ആ പെൺകുട്ടിയുടെ അടുത്ത് പറഞ്ഞു, നിങ്ങളുടെ സുഹൃത്തായിട്ടുള്ള ഈ ഒരു മുത്തരസിയെ 2 മാസമായിട്ട് കാണാനില്ല. ആ പെൺകുട്ടി ഇപ്പോൾ ജീവനോടുണ്ടോ മരിച്ചു പോയെന്നുള്ളതൊന്നും നമുക്കറിയില്ല. എന്തെങ്കിലും കാര്യങ്ങൾ അറിയുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും പറയാമെന്നുണ്ടെങ്കിൽ നമുക്ക് അവളെ കണ്ടുപിടിക്കാനുള്ള ശ്രമം നടത്താം. ഇനിയിപ്പോൾ എന്തെങ്കിലും അറിഞ്ഞിട്ട് ഒളിച്ചു വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് മുത്തരസിയെ കണ്ടുപിടിക്കാനേ പറ്റില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ ആ ഒരു പെൺകുട്ടിയുടെ അടുത്ത് പറയാണ്. അവസാനം ആ പെൺകുട്ടി ചില രഹസ്യങ്ങൾ പോലീസുകാരുടെ അടുത്ത് പറയുകയായിരുന്നു. ആ ഒരു രഹസ്യങ്ങളും മറ്റുമാണ് പിന്നീട് കുറ്റവാളിയിലോട്ട് പോലീസിനെ നയിച്ചത്. സംഭവം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ധാരാപുരത്തുള്ള തൻ്റെ പെരിയമ്മയുടെ വീട്ടിൽ നിന്നിങ്ങേറ്റ് സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നിരുന്ന മുത്തരസി ഒരാളെ പരിചയപ്പെടുകയാണ്. അത് വേറെ ആരും ആയിരുന്നില്ല, അവരെ സ്കൂളിലോട്ട് കൊണ്ടുപോയിരുന്ന, അതായത് ആ ഒരു ഷെയർ ഓട്ടോയുടെ ഡ്രൈവറായിട്ടുള്ള ഭരത് എന്ന് പറയുന്ന ഒരാളായിരുന്നു. പിന്നീട് ഈ മുത്തരസി ഭരത്തുമായിട്ട് പ്രണയത്തിലാവുകയായിരുന്നു. അപ്പോൾ ഈ ഒരു മാർച്ച് 6-ാം തീയതി ഈ പെൺകുട്ടിയെ കാണാതായില്ലേ, അതിൻ്റെ തൊട്ട് മുന്നേ ഈ പെൺകുട്ടി തൻ്റെ കൂട്ടുകാരെ വിളിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ആ പെൺകുട്ടി പറഞ്ഞൊരു കാര്യം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഭരത് എന്നെ വിളിച്ചിട്ടുണ്ട്, ഞാൻ അങ്ങോട്ട് പോവാണ്, എന്നെ കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ ഞാൻ അങ്ങോട്ട് പോവാണെന്ന് പറഞ്ഞിട്ടായിരുന്നു ആ ഒരു പെൺകുട്ടി പോയത്. എന്നാൽ അതിനുശേഷം മുത്തരസിയുടെ ഭാഗത്ത് നിന്ന് യാതൊരു തരത്തിലുള്ള മെസ്സേജോ ഫോണോ ഒന്നും തന്നെ ഈ ഒരു സുഹൃത്തിന് വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ മുത്തരസിയുടെ തിരോധാനത്തിൽ ഈ ഭരത്തിന് പങ്കുണ്ടെന്ന് പോലീസുകാർ മനസ്സിലാക്കുകയാണ്. നേരെ താരാപുരത്തുള്ള അവരുടെ വീട്ടിലോട്ട് പോവുകയും ചെയ്തു. അയാളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. പോലീസുകാർ നോക്കുമ്പോൾ ഇയാളുടെ കല്യാണം 3 മാസങ്ങൾക്ക് മുൻപ് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ കല്യാണം കഴിഞ്ഞത് ഈ മുത്തരസി ആയിട്ടല്ല, വേറൊരു പെൺകുട്ടിയായിട്ടാണ്. അപ്പോൾ ഇയാളെ കല്യാണം കഴിക്കാനെന്നും പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ നിന്നിറങ്ങിയ മുത്തരസി എന്തേന്നുള്ളതായി ഈ പോലീസുകാരുടെ ആദ്യത്തെ ചോദ്യം.
അയാൾ മറുപടി പറഞ്ഞ എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തനിക്ക് മുത്തരസിയെ അറിയാം, അല്ലാതെ വേറൊരു റിലേഷൻഷിപ്പും ഇല്ല എന്നുള്ളൊരു തരത്തിലായിരുന്നു. അതായത് ആളുടെ വീടിൻ്റെ അവിടെ നിന്ന് കുറച്ച് മാറിയിട്ടായിരുന്നു മുത്തരസി താമസിച്ചിരുന്നത്. ആ പെൺകുട്ടിയുടെ റിലേറ്റീവിൻ്റെ കൂടെ ആയിരുന്നു താമസിച്ചിരുന്നത്. ആ സമയത്ത് അവിടെ നിന്ന് സ്കൂളിൽ പോകുന്നുണ്ടായിരുന്നു. അങ്ങനെ ആ പെൺകുട്ടിയെ കണ്ടൊരു പരിചയമുണ്ട്. എൻ്റെ ഓട്ടോയിലും ആ പെൺകുട്ടി പോകാറുണ്ടായിരുന്നു. അതല്ലാതെ ആ പെൺകുട്ടിയുമായിട്ട് യാതൊരു തരത്തിലുള്ള ബന്ധവും ഇല്ല എന്നുള്ളത് പോലീസുകാരുടെ അടുത്ത് ഇയാൾ വീണ്ടും വീണ്ടും പറയുകയായിരുന്നു. എന്നാൽ അത് പോലീസുകാർ എടുത്തില്ല. അയാളെ നല്ല രീതിയിൽ വീണ്ടും പോലീസുകാർ ക്വസ്റ്റ്യൻ ചെയ്യാണ്. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ ചെയ്യലിൻ്റെ അവസാനത്തിൽ ഇയാൾക്ക് പിടിച്ചു നിൽക്കാനായിട്ട് സാധിച്ചില്ല. ഇയാൾ നടന്ന കാര്യങ്ങളെല്ലാം തന്നെ പോലീസിൻ്റെ അടുത്ത് തുറന്ന് പറയാനായിട്ട് തുടങ്ങി. ഈ മുത്തരസി തൻ്റെ സ്കൂളിലോട്ട് പോയിരുന്നത് ഇയാളുടെ ഓട്ടോയിലായിരുന്നു. ആദ്യത്തെ നോട്ടത്തിൽ തന്നെ ഇയാൾക്ക് മുത്തരസിയെ ചെറുതായിട്ട് ഇഷ്ടപ്പെടുകയാണ്. അങ്ങനെ കൂടുതലായിട്ട് മുത്തരസിയെ ശ്രദ്ധിക്കാനും തുടങ്ങി. ഈ മുത്തരസിയുടെ കാര്യം ഇയാൾക്കറിയായിരുന്നു. അതായത് ഈ പെൺകുട്ടിക്ക് അമ്മയില്ല, അച്ഛനാണെന്നുണ്ടെങ്കിൽ വലിയൊരു കുടിയനാണ്. അതേപോലെ തന്നെ ഈ പെൺകുട്ടി തൻ്റെ പെരിയമ്മയുടെ വീട്ടിലാണ് നിൽക്കുന്നത്. വലിയ എന്താ പറയുക, ഒരു സാമ്പത്തികമായിട്ടൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തീരെ സ്ഥിതിയില്ലാത്തൊരു വീട്ടിലത്തെയാണ്. അതേപോലെ തന്നെ ഒരുപാടധികം കഷ്ടപ്പാടുകളും മറ്റൊക്കെ അനുഭവിക്കുന്ന ഒരു പെൺകുട്ടിയാണെന്നുള്ളത് ഇയാൾക്ക് അറിയായിരുന്നു. അപ്പോൾ ഇയാൾ ആ ഒരു പെൺകുട്ടിയുടെ അടുത്ത് നല്ല രീതിയിൽ നിൽക്കുകയാണ്, നല്ല രീതിയിൽ സംസാരിക്കുകയാണ്. അതായത് നല്ല സ്നേഹം കാണിക്കുകയാണ്. അതായത് എന്താ പറയുക, ഡെയിലി ഫുഡ് കഴിച്ചോ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ, സുഖമല്ലേ, അങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിച്ചു വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളായിരുന്നു ഇയാൾ ചെയ്തിരുന്നത്. എന്നാൽ ആ ഒരു പെൺകുട്ടിക്ക് ഇതിനു മുൻപ് നല്ലൊരു സ്നേഹം എവിടെ നിന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഇയാളുടെ അടുത്ത് നിന്നായിരുന്നു ആ ഒരു സ്നേഹമൊക്കെ കിട്ടുന്നത്. അങ്ങനെ ഇയാളിലോട്ട് പെട്ടെന്ന് തന്നെ ആ ഒരു പെൺകുട്ടി അട്രാക്റ്റ് ആവുകയായിരുന്നു. അങ്ങനെ ഇവർ മണിക്കൂറുകളോളം സംസാരിക്കാനായിട്ട് തുടങ്ങി. പതിയെ പതിയെ ഇവർ പ്രണയത്തിലാവുകയും ചെയ്തു. പിന്നീട് ഈ ഒരു റിലേഷൻഷിപ്പ് എവിടെ വരെ എത്തിയെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഭരത്തിൻ്റെ വീട്ടിൽ ആളില്ലാത്ത ടൈമിൽ ആ ഒരു പെൺകുട്ടി സ്ഥിരമായിട്ട് ഭരത്തിൻ്റെ വീട്ടിൽ പോകാറുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഇവർ പല സ്ഥലങ്ങളിലും പോയിട്ട് മീറ്റ് ചെയ്യാറുണ്ടായിരുന്നു. അങ്ങനെയുള്ള ഒരു തരത്തിലോട്ട് ആ ഒരു റിലേഷൻഷിപ്പ് എത്തുകയാണ്. അങ്ങനെ ഈ ഒരു പെൺകുട്ടി +2 കഴിഞ്ഞു. +2 കഴിഞ്ഞപ്പോഴാണ് ഡിഗ്രി പഠിക്കുന്നതിന് വേണ്ടിയിട്ട് ആ പെൺകുട്ടി തൻ്റെ സ്വന്തം ഗ്രാമത്തിലോട്ട് പോകുന്നത്. അത് ഭരത്തിന് കുറച്ചുകൂടെ സൗകര്യവുമാണ്. അതായത് ഈ ഒരു മുത്തരസിയുടെ വീട്ടിലത്തെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഭൂരിഭാഗം സമയത്തും മുത്തരസി ഒറ്റയ്ക്കായിരിക്കും. പിന്നെ അവരുടെ അച്ഛൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ആള് നല്ല കുടിയനാണ്. ആളിപ്പോൾ വീട്ടിലോട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തന്നെ ആൾക്ക് ബോധമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ സ്ഥിരമായിട്ട് അവിടെ നിന്ന് ഈ ഒരു വില്ലേജിലോട്ട് വന്നു കഴിഞ്ഞിട്ട് ഇയാൾ മുത്തരസിയെ കാണാനായിട്ട് തുടങ്ങുകയാണ്. അതങ്ങനെ തുടർന്ന് പോന്നു. ഇവരുടെ പ്രണയവും കാര്യങ്ങളൊക്കെ നല്ല സ്മൂത്തായിട്ട് മുന്നോട്ട് പോവുകയായിരുന്നു. ഈ കാര്യങ്ങളെല്ലാം തന്നെ ഈ പെൺകുട്ടി ഒരേ ഒരാളോടെ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. ആ പെൺകുട്ടിയാണ് തൻ്റെ കോളേജിലത്തെ ക്ലോസ് ഫ്രണ്ട്. ആ പെൺകുട്ടിയായിരുന്നു ഇയാളെ കുറിച്ചിട്ടുള്ള ഇൻഫോർമേഷനും കാര്യങ്ങളൊക്കെ പോലീസിന് കൊടുത്തിട്ടുണ്ടായിരുന്നത്. തൻ്റെ ലൈഫിൽ ഒരുപാടധികം ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും തന്നെ സ്നേഹിക്കുന്ന ഒരാൾ തൻ്റെ കൂടെ ഉണ്ടല്ലോ എന്നുള്ളൊരു സമാധാനത്തിലായിരുന്നു ആ പെൺകുട്ടിയുടെ ലൈഫ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നിരുന്നത്. എന്നാൽ കുറച്ച് നാളുകൾക്ക് മുന്നെന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു ഷോക്കിംഗ് ആയിട്ടുള്ള ന്യൂസ് ആ ഒരു പെൺകുട്ടി കേൾക്കുകയാണ്. തൻ്റെ കാമുകനായിട്ടുള്ള ഭരത്തിൻ്റെ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞു വേറൊരു പെൺകുട്ടിയുമായിട്ട്. ആ ഒരു വാർത്തയായിരുന്നു ഈ പെൺകുട്ടി കേട്ടത്. ഈ വാർത്ത കേട്ട് ആ പെൺകുട്ടി ആകെപ്പാടെ ഷോക്കായി പോവുകയാണ്. അതേപോലെ തന്നെ ഭരത്തിനെ വിളിച്ചു കഴിഞ്ഞിട്ട് പ്രശ്നം ഉണ്ടാക്കാനും തുടങ്ങി. ഭരത്തിനോട് മുത്തരസി പറഞ്ഞു, നീ എന്താണെങ്കിലും നിന്നെ എൻഗേജ്മെൻറ്റ് ക്യാൻസൽ ചെയ്തിട്ട് എന്നെ കല്യാണം കഴിക്കണം. ഇല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പോലീസിൻ്റെ അടുത്ത് പോകും, വലിയ ഇഷ്യൂ ഉണ്ടാകും, നിന്നെ സ്വസ്ഥമായിട്ട് ജീവിക്കാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞു. ഭരത്തിനാണെന്നുണ്ടെങ്കിൽ മുത്തരസിയെ കല്യാണം കഴിക്കാൻ തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല. ആള് നോക്കുമ്പോൾ ആൾക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ഇവളെ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ തൻ്റെ ഭാവി വധുവിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ആ പെൺകുട്ടിയെ കാണാൻ കുറച്ചുകൂടെ ഭംഗിയുണ്ട്. അതേപോലെ തന്നെ റിച്ചാണ്, അത്യാവശ്യം ഡെവറിയും കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ നല്ലൊരു ബന്ധമായിരിക്കും അത്. ഈ പെൺകുട്ടിയുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ വീട്ടിൽ സ്വത്തും കാര്യങ്ങളൊന്നുമില്ല, ഒരു 10 പൈസ സ്ത്രീധനം കിട്ടില്ല. അച്ഛൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ആൾ മുഴുകുടിയനുമാണ്. അപ്പോൾ എന്തുകൊണ്ടും തനിക്ക് ഒരു ബന്ധം ചേരില്ല എന്നും മറ്റേ പെൺകുട്ടി തന്നെയാണ് നല്ലത്. അപ്പോൾ എങ്ങനെയെങ്കിലും ഈ ഒരു മുത്തരസിയെ ഒഴിവാക്കണം എന്നുള്ളൊരു തോട്ട് തന്നെയായിരുന്നു ഇയാളുടെ ഉള്ളിലുണ്ടായിരുന്നത്. ഇതൊക്കെ കഴിഞ്ഞിട്ട് മുത്തരസി ആൾ നൈസായിട്ട് ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുകയാണ്. എന്നാൽ മുത്തരസി വിടുന്ന ഭാവത്തിലായിരുന്നില്ല. നീ എന്നെ കല്യാണം കഴിച്ചില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും ഞാൻ പ്രശ്നം ഉണ്ടാക്കും എന്നുള്ള ആ ഒരു സ്റ്റാൻഡിൽ മുത്തരസി ഉറച്ചു നിൽക്കുകയാണ്. അങ്ങനെയാണ് മാർച്ച് 6-ാം തീയതി ധാരാപുരത്തേക്ക് വായോ, നമുക്ക് ഇവിടുന്ന് ആരും അറിയാതെ കല്യാണം കഴിക്കാം, എന്നിട്ട് നമ്മളുടെ ജീവിതം നമുക്ക് ജീവിക്കാം എന്നുള്ളൊരു കാര്യം ഇയാൾ പറയുന്നതും. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ ഒരു പെൺകുട്ടി വീട്ടിൽ നിന്ന് സാധനങ്ങളും എല്ലാം പാക്ക് ചെയ്ത് നേരെ അങ്ങോട്ട് പോകുന്നതും. ഈ ഒരു വിവരം ഈ പെൺകുട്ടി തൻ്റെ സുഹൃത്തിനെ വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നെ ഭരത്ത് വിളിച്ചിട്ടുണ്ട് കല്യാണം കഴിക്കാനായിട്ട്, ഞാൻ പോവാണ്, അപ്പോൾ ഇനി എന്തായാലും വലിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ല, എല്ലാം ശരിയാവുമെന്ന് പറഞ്ഞിട്ടായിരുന്നു ആ ഒരു പെൺകുട്ടി വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. എന്നാൽ അതിനുശേഷം ആ ഒരു പെൺകുട്ടിയെ ആരും തന്നെ കണ്ടിട്ടില്ല. അങ്ങനെ ഈ ഒരു പെൺകുട്ടി ഭരത്തിൻ്റെ അടുത്തെത്തി. ഇവർ രണ്ടുപേരും നല്ലതങ്കൽ ഡാം എന്ന് പറയുന്ന ആ ഒരു ഡാമിൻ്റെ അവിടോട്ട് പോയി. അവിടെ ആളുകളൊന്നും ഇല്ലാത്തൊരു സ്ഥലത്ത് എത്തിയിട്ട് ഇവർ സംസാരിക്കുകയാണ്. ആ സമയത്തും ഭരത് ഈ ഒരു പെൺകുട്ടിയെ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുകയായിരുന്നു. എന്താണെന്നുണ്ടെങ്കിലും നമ്മൾ രണ്ടുപേരുടെയും ബന്ധം നടക്കില്ല, എനിക്കെന്തായാലും നിന്നെ കല്യാണം കഴിക്കാനായിട്ട് പറ്റില്ല,
നമ്മളുടെ ലൈഫിൽ കുറേ കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട്, അത് നമുക്ക് മറക്കാം. ഞാൻ എന്തായാലും ആ ഒരു വിവാഹമായിട്ട് മുന്നോട്ട് പോകാനായിട്ടാണ് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എല്ലാവരോടും വെച്ച് അവസാനിപ്പിക്കാമെന്നുള്ള കാര്യങ്ങളൊക്കെ ഒരു പെൺകുട്ടിയുടെ അടുത്ത് പറയുമ്പോൾ ഈ പെൺകുട്ടിക്ക് അപ്പോഴും അത് ഉൾക്കൊള്ളാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. ആ പെൺകുട്ടി പറഞ്ഞു, നീ എന്നെ ചതിക്കായിരുന്നല്ലേ, നിന്നെ ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ പോലീസിൻ്റെ എമർജൻസി നമ്പറിലോട്ട് ഡയൽ ചെയ്യായിരുന്നു. അപ്പോൾ തന്നെ ഇയാൾ ഫോണൊക്കെ പിടിച്ചു വാങ്ങി, കോളൊക്കെ കട്ട് ചെയ്തു. അതിനുശേഷം ഇയാൾ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ വെച്ച് തന്നെ ആ ഒരു പെൺകുട്ടിയെ കൊലപ്പെടുത്തുകയായിരുന്നു. എന്നാൽ അതിനുശേഷം ഈ ഒരു ബോഡി എന്ത് ചെയ്യുന്നുള്ളതിനെ കുറിച്ചിട്ട് ആൾക്ക് യാതൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. അപ്പോൾ താൻ എന്തായാലും പെടും, എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം എന്നുള്ളൊരു ചിന്ത മാത്രമേ ആളുടെ ഉള്ളിലുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആളെന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തൻ്റെ പാരൻസിനെ വിളിക്കുകയാണ്. എന്നിട്ട് ഉണ്ടായ കാര്യങ്ങളെല്ലാം തന്നെ പറഞ്ഞു. അതായത് ഇങ്ങനെ താനും വേറൊരു പെൺകുട്ടിയായിട്ട് പ്രണയത്തിലായിരുന്നു, അങ്ങനെ ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ ആയി അവസാനം ഞാൻ ആ ഒരു പെൺകുട്ടിയെ കൊന്നു കളഞ്ഞു, അപ്പോൾ എങ്ങനെയെങ്കിലും എന്നെ ഹെൽപ്പ് ചെയ്യണമെന്ന് പറഞ്ഞു. പോലീസുകാരുടെ അടുത്ത് പറയേണ്ടതിന് പകരം ഈ പാരൻസ് എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ബോഡി ഡിസ്പോസ് ചെയ്യാനായിട്ട് അയാളെ ഹെൽപ്പ് ചെയ്യായിരുന്നു. അപ്പോൾ പാരൻസ് പറഞ്ഞു, നീ എങ്ങനെയെങ്കിലും ആ ഒരു ബോഡിയും കൊണ്ട് വീട്ടിലോട്ട് വരാനായിട്ട്. അപ്പോൾ ഇയാൾ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തൻ്റെ ഫ്രണ്ടായിട്ടുള്ള കുമാർ എന്ന് പറയുന്ന ഒരാളെ വിളിക്കുകയായിരുന്നു. എന്നിട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ പറഞ്ഞു, നീ എന്നെ ഇപ്പോൾ ഹെൽപ്പ് ചെയ്യാന്നുണ്ടെങ്കിൽ ഞാൻ ജീവിതാവസാനം വരെ നിന്നോട് കടപ്പെട്ടിരിക്കും, അതേപോലെ തന്നെ നിനക്ക് അത്യാവശ്യം പൈസയും കാര്യങ്ങളൊക്കെ ഞാൻ തരാമെന്ന് പറഞ്ഞു. അവസാനം തൻ്റെ സുഹൃത്തിന് വേണ്ടിയിട്ട് കുമാറും അതിന് ഓക്കെ പറയാണ്. അങ്ങനെ അയാളൊരു വണ്ടിയായിട്ട് വന്നു. അതിനുശേഷം ഇവർ രണ്ടുപേരും കൂടെയും ആ ഒരു ബോഡിയും കൊണ്ട് വീട്ടിലോട്ട് പോവുകയായിരുന്നു. ഇത്രയും കഥയൊക്കെ കേട്ടപ്പോൾ പോലീസുകാർ ആലോചിച്ചൊരു വേറൊരു കാര്യം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ ഒരു കേസ് തുടങ്ങിയ സമയത്ത് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. പിന്നീട് ഭരത്തിലോട്ട് എത്തിയപ്പോൾ ഭരത്തായിരിക്കും ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ ചെയ്തതെന്നായിരുന്നു പോലീസുകാർ ചിന്തിച്ചത്. ഇപ്പോൾ ഭരത്തിൻ്റെ ഒരു ഫ്രണ്ട് ഇതിൽ ആഡായി, അതേപോലെ തന്നെ ഭരത്തിൻ്റെ പാരൻസും ഈ ഒരു കേസിൽ ആഡ് ആവുകയാണ്. അപ്പോൾ ഈ ബോഡി എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഭരത്തിൻ്റെ വീടിൻ്റെ ബാക്കിൽ കുറച്ച് കാട് പിടിച്ച ഏരിയ ഉണ്ട്, അവിടെ ഒരു കുഴി വെട്ടിയിട്ട് അതിലിട്ട് മൂടുകയായിരുന്നു. ഈ വിവരം കേട്ട പോലീസുകാർ ഉടനെ തന്നെ ഭരത്തിനെയും കൊണ്ട് ആ ഒരു ലൊക്കേഷനിലോട്ട് പോവുകയാണ്. അവരവിടെ കുഴി മാന്തി നോക്കുകയും ചെയ്തു. കുഴി മാന്തുമ്പോൾ നല്ല ദുർഗന്ധവും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഈ പെൺകുട്ടിയുടെ ബോഡി കിട്ടുമെന്ന് വിചാരിച്ചുകൊണ്ട് അവർ കുഴി മാന്തി നോക്കിയപ്പോൾ പോലീസുകാരും കുഴി മാന്തിയവരും അതേപോലെ തന്നെ ഒരു എല്ലാവരും ഞെട്ടിപ്പോകുന്ന ഒരു കാഴ്ചയായിരുന്നു. കാരണം ആ കുഴിയിൽ ആ പെൺകുട്ടിയുടെ മൃതദേഹമായിരുന്നില്ല ഉണ്ടായിരുന്നത്, നായ്ക്കുട്ടികളുടെ മൃതദേഹമായിരുന്നു ഉണ്ടായിരുന്നത്. യെസ്, നമ്മൾ ദൃശ്യത്തിലൊക്കെ കണ്ട ആ ഒരു സെയിം സീന് അവിടെ നടക്കുകയാണ്. അങ്ങനെ പോലീസുകാർ ആളുടെ ഫ്രണ്ടായിട്ടുള്ള കുമാറിനെയും അതേപോലെ തന്നെ ആളുടെ അമ്മയെയും കസ്റ്റഡിയിൽ എടുക്കുകയാണ്. ആളുടെ അച്ഛനപ്പോഴത്തിനും ഒളിവിൽ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആളുടെ അമ്മയുടെ അടുത്ത് പോലീസുകാർ ചോദിക്കുകയാണ് ബോഡി എവിടെയെന്നുള്ളത്. അപ്പോഴാണ് ഈ ഒരു കഥയിലോട്ട് വേറൊരാൾ കൂടെ വരുന്നത്. കുമാരസ്വാമി എന്ന് പറയുന്ന ഇവരുടെ അടുത്ത സുഹൃത്തായിട്ടുള്ള ജോത്സ്യനായിരുന്നു അത്. സംഭവം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ ഒരു ഭരത്തിൻ്റെ വിവാഹം കഴിഞ്ഞല്ലോ, അപ്പോൾ പുതിയ വധു ആ ഒരു വീട്ടിലോട്ട് വരികയാണ്. അവർ വന്ന് വീട്ടിൽ നിൽക്കുമ്പോൾ വീടിൻ്റെ അവിടെ നിന്ന് നല്ല രീതിയിൽ സ്മെല്ല് വരുന്നുണ്ട്. അതേപോലെ തന്നെ ഫുള്ള് നെഗറ്റിവിറ്റി, അവർ രാത്രിയിൽ എന്തൊക്കെയോ കണ്ട പോലൊക്കെ തോന്നുന്നു. അതേപോലെ തന്നെ എപ്പോഴും സ്മെല്ല്, എപ്പോഴും പ്രശ്നങ്ങൾ. ആ ഒരു പെൺകുട്ടിക്ക് അവിടെ നിൽക്കാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതിനെക്കുറിച്ച് എങ്ങനെ ഈ പെൺകുട്ടി ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു പരിഹാരം കാണുന്നതിന് വേണ്ടിയിട്ടായിരുന്നു ഈ ജോത്സ്യനെ ഇവർ വിളിച്ചത്. എന്നിട്ട് നടന്ന കാര്യങ്ങളെല്ലാം തന്നെ പറഞ്ഞു. അപ്പോൾ ജോത്സ്യൻ പറഞ്ഞു, നിങ്ങളെന്തായാലും വലിയൊരു പാപമാണ് ചെയ്തിരിക്കുന്നത്. ഒരു പെൺകുട്ടിയെ കൊന്ന് വീടിൻ്റെ പിന്നിൽ ഒഴിച്ചിട്ടുണ്ട്. എന്തായാലും ആത്മാവിന് ശാന്തി കിട്ടിയിട്ടില്ല. എന്താണെന്നുണ്ടെങ്കിലും ആ ഒരു ബോഡി അവിടെ നിന്ന് കുഴിച്ചെടുക്കണം. അതിനുശേഷം അതിന് വേണ്ടിയിട്ടുള്ള കർമ്മങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്യണം. എന്നിട്ട് അസ്ഥി അമരാവതി ആറ്റിൽ കൊണ്ട് കയറ്റി കളയണം. എന്നുണ്ടെങ്കിൽ മാത്രമേ ഇതിനൊരു പരിഹാരം ഉണ്ടാവുള്ളൂ എന്നുള്ളത് ആള് പറയാണ്. അതേപോലെ തന്നെ ഈ ഭൂമിക്ക് നമ്മൾ ഓൾറെഡി ഒരു മനുഷ്യൻ്റെ ശരീരം കൊടുത്തു. ഇനിയിപ്പോൾ അത് അവിടെ നിന്ന് എടുക്കുമ്പോൾ ഭൂമിക്ക് എന്തെങ്കിലും കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്തെങ്കിലും മൃഗത്തിനെ തല്ലിക്കൊന്നുങ്ങേറ്റ് അവിടെ കുഴിച്ചിടണം എന്നുള്ളത് കൂടെ ഇയാൾ കൂട്ടിച്ചേർത്തു. അങ്ങനെയാണ് പട്ടിയെ കൊന്നുങ്ങേറ്റ് അവരവിടെ ഇട്ടിട്ട് ആ ഒരു ബോഡി എടുത്തുകൊണ്ട് പോയി വേറൊരു ഏരിയയിൽ കൊണ്ടുപോയി ഇങ്ങേറ്റ് ദഹിപ്പിക്കുന്നതും അതിനുശേഷം കർമ്മങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതും പിന്നീട് അമരാവതി ആറ്റിൽ കൊണ്ടുപോയിട്ട് ഈ അസ്ഥികളും കാര്യങ്ങളൊക്കെ ഒഴുക്കി കളയുന്നതും. അതിനുശേഷം ഇവരെല്ലാവരും ചിന്തിച്ചു, ഓക്കെ, ഇനി ബാഡായിട്ടുള്ളൊരു കാര്യം അവർക്ക് നടക്കില്ല, എന്തായാലും കർമ്മങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ, എല്ലാം ശരിയാവുമെന്ന് അവർ കരുതിയിരിക്കുകയായിരുന്നു. ഭരത്തിന്റെ അച്ഛനും അമ്മയും പിന്നെ ആ ഒരു ജോത്സ്യനും കൂടി ചേർന്നിട്ടായിരുന്നു കേട്ടോ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ ചെയ്തത്. അപ്പോൾ ഇത് ചെയ്യുന്ന സമയത്ത് ഇവിടെ വേറെ ആരും ഉണ്ടാവാൻ പാടില്ലല്ലോ. അതിന് വേണ്ടിയിട്ട് എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, വീട്ടിൽ കുറച്ച് മെയിൻ്റനൻസ് വർക്കുകളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. സ്മെല്ലും കാര്യങ്ങളൊക്കെ എന്താണെന്നുള്ളതൊക്കെ നോക്കണം. ആ ഒരു ടൈമിൽ നിങ്ങൾ എന്തായാലും ഇവിടെ നിൽക്കണ്ട, നിങ്ങൾ എന്തായാലും നിൻ്റെ വീട്ടിലോട്ട് പൊക്കോളാൻ പറഞ്ഞുകൊണ്ട് ആ ഒരു പെൺകുട്ടിയെയും അതേപോലെ തന്നെ ഭരത്തിനെയും ആ പെൺകുട്ടിയുടെ വീട്ടിലോട്ട് പറഞ്ഞയക്കുകയായിരുന്നു. എന്നിട്ട് അവരവിടെയുള്ള ടൈമിലായിരുന്നു ഇവർ എല്ലാ കാര്യങ്ങളും ചെയ്ത് പരിഹാരക്രിയകളും കാര്യങ്ങളും എല്ലാം ചെയ്തത്. അങ്ങനെ പോലീസുകാർ അവസാനം എല്ലാവരെയും അറസ്റ്റ് ചെയ്ത് ജയിലിലടക്കുകയും ചെയ്തു. ഇപ്പോൾ ഈ ഒരു കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു കേസിന്റെ ബാക്കി കാര്യങ്ങൾ എന്തൊക്കെയാവും എന്നുള്ളത് നമ്മൾ നോക്കിയിരുന്ന് തന്നെ കാണേണ്ടതായിട്ട് വരും. ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഇത്രയൊക്കെ തന്നെയാണ് പറയാനുള്ളത്. ഈ ഒരു സ്റ്റോറി കേട്ടപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നിയത്? നിങ്ങളുടെ തോട്ട്സും കാര്യങ്ങളും എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും താഴെ കമന്റുകളായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ ആൻഡ് ഇറ്റ്സ് മീ സൈനിങ് ഓഫ്. പീസ്.
സ്റ്റേ പീസ്ഫുൾ ഗൈസ്, സ്റ്റേ സേഫ്.